ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഡിന്നറിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ട് ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് കടലപ്പൊടിയാണ്. 1/2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തക്കാളി പേസ്റ്റ് ചേർക്കാം. ഇനി മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് പൊട്ടുകടലയാണ്. 1/2 ടീസ്പൂൺ പൊട്ടുകടലയും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്തിട്ട് ഇതുപോലെ തന്നെ കുറച്ച് സമയം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതും 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായംപൊടി ചേർക്കാം. കായംപൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ അടച്ചു വെച്ചിരിക്കുന്ന ബൗൾ തുറന്നിട്ട് ഈ റവയെല്ലാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. പിന്നെ ചേർക്കുന്നത് ജീരകമാണ്. 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1/4 ടീസ്പൂൺ ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കട്ടിയുള്ള ബാറ്ററായിട്ടാണ് ഉണ്ടാവേണ്ടത്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും 2 വലിയ സ്പൂൺ ഇതിലേക്ക് കോരി ഒഴിക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ചട്നിയും സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.